ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ 13 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒടുവിൽ ഒരു വിജ്ഞാനിയുടെ അഥവാ നിവൃത്തിനിരതൻ്റെ, നിവൃത്തിമാർഗത്തിൽ നിരതനായ വ്യക്തിയുടെ സ്ഥിതിയെ പറഞ്ഞു. സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ച് 9 ദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തിൽ വശി സുഖമായിട്ടിരിക്കുന്നു. ഒന്നും ചെയ്യാതെയും ഒന്നും ചെയ്യിക്കാതെയും. ഇത് വിശദമായി നമ്മൾ ചിന്തിച്ചു. ശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി വ്യാഖ്യാനിക്കേണ്ടുന്ന ശ്ലോകമാണ്. എങ്കിലും അങ്ങോട്ട് പോയിട്ടില്ല. സാമാന്യമായൊരർത്ഥചിന്തനമാണ് നമ്മൾ ചെയ്തത്. തുടർന്ന് ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. ഫലത്തിലുള്ള ആസക്തി തീർത്തും വെടിഞ്ഞ് കർമ്മം ചെയ്യുന്ന കർമ്മയോഗിയെ ഒരു തരത്തിലും കർമ്മഫലങ്ങൾ, സംസ്കാരങ്ങൾ, വാസനകൾ ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു തലം. മറ്റൊരു തലം സർവകർമ്മങ്ങൾക്കും ഉപരി വിരാജിക്കുന്ന നിവൃത്തി നിരതനായ വിജ്ഞാനി സർവകർമ്മങ്ങളെയും സന്യസിച്ച് സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 2 തലങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കർമ്മഫലങ്ങളെ വെടിഞ്ഞ് കർമ്മം ചെയ്യുന്ന കർമ്മയോഗി. 2, കർമ്മങ്ങളെ തന്നെ സമ്പൂർണമായി ഉപേക്ഷിച്ചിരിക്കുന്ന സന്യാസി. ആദ്യത്തെ ആൾ താമരയുടെ ഇല വെള്ളത്താൽ സ്പർശിക്കപ്പെടാത്ത പോലെ കർമ്മഫലങ്ങളാൽ സ്പർശിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. നിവൃത്തിനിരതനെ സംബന്ധിച്ച് പറഞ്ഞാൽ സുഖമായിട്ടിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല, എല്ലാ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുക. സർവകർമാണി സന്യാസ്യ ആണ് അയാളുടെ ഇരിപ്പ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. കർമ്മയോഗി കർമ്മങ്ങൾ ചെയ്യുന്നു ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി അഥവാ ഫലനിരപേക്ഷമായി. സന്യാസിയാകട്ടെ സർവകർമ്മബാഹ്യനായിട്ടും.
അപ്പോൾ അവിടെ ഒരു സംശയം വരികയാണ്. അപ്പോൾ കർമ്മങ്ങൾ, അവയ്ക്കുള്ള ഫലങ്ങൾ, ഇതൊക്കെ നിയതമായി നമ്മളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ. ഇന്ന കർമ്മം ചെയ്യണം, അതിന് ഇന്ന ഫലമുണ്ട്, ഇതൊക്കെ നിയതമല്ലേ? നമുക്കുണ്ടാവുന്ന സംശയമാണ്. മറുപടി, ന കർത്തൃത്വം ന കർമാണിച്ച ലോകസ്യ സൃജതി പ്രഭു. പ്രഭു ഈശ്വരൻ പ്രകർഷേണ ഭവതി, വർദ്ധിച്ച തോതിൽ ഭവിക്കുന്നവനാണ് പ്രഭു. എല്ലാ ഭാവങ്ങളിലും ഭവിക്കുന്നവൻ. അഥവാ പ്രകൃഷ്ടം ഭാവയതി, പ്രകൃഷ്ടമായതിനെ, ശ്രേഷ്ഠമായതിനെ ഉണ്ടാക്കി തീർക്കുന്നവനാണ് പ്രഭു, ഈശ്വരൻ. ഈ സമസ്ത പ്രപഞ്ചാകാരത്തിലുമായി തീരുന്നവൻ. തത്സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്, അതിനെ സൃഷ്ടിച്ച് അതിലേക്ക് അനുപ്രവേശിച്ച്, അഥവാ ഏകോഹം ബഹുസ്യാം, ഏകനായ ഞാൻ പലതായി ഭാസിക്കാം എന്നിത്യാദി സങ്കല്പപൂർവം ഇക്കണ്ട സകലവുമായി തീർന്നിരിക്കുന്നവനാരോ അവൻ പ്രഭു, ഈശ്വരൻ. ന കർത്തൃത്വം ന കർമാണി സൃജതി, കർത്തൃത്വമോ കർമ്മങ്ങളെയോ ഒന്നും ഈശ്വരൻ സൃഷ്ടിക്കണില്ല കേട്ടോ. ഞാൻ ഇന്നത് ചെയ്യണം, എൻ്റെ കർമ്മം ഇന്നതാണ്, ഇതിൻ്റെ ഫലം ഇന്നതാണ്, ഇന്നതിന് ഇന്ന ഫലം വന്നു ചേരുന്നു, ഇതൊന്നും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. എന്തിനാണ് ഈയൊരു ചിന്ത? സർവകർമാണി മനസാ സന്യസ്യ എന്ന് സുഖമായിരിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ചോദ്യം, ഈ കർമ്മങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചതല്ലേ, ഈശ്വരൻ സൃഷ്ടിച്ചതല്ലേ? അപ്പോൾ ഈശ്വരൻ നിശ്ചയിച്ച് സൃഷ്ടിച്ചതായ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ചോദ്യം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ന കർമ്മങ്ങളിലൂടെ ഇന്ന ഫലത്തെ നേടണം, എന്നാൽ കർമ്മയോഗി ഫലത്തെ നേടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്നത് നിയതമല്ലേ? അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതും കർമ്മഫലത്താൽ ബാധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതും എങ്ങനെയാണ് മനസ്സിലാക്കുക? അവ ഈശ്വര സൃഷ്ടമല്ലേ? ഇതാണ് സംശയം. ഈശ്വര സൃഷ്ടമാണെങ്കിൽ അവയെ അതിക്രമിക്കാൻ കഴിയില്ലല്ലോ. അതിനുള്ള മറുപടിയാണ്, ഈശ്വരൻ അങ്ങനെ ആരുടെ കർമ്മവും ഫലവും ഒന്നും നിശ്ചയിച്ചിട്ടൊന്നുമില്ല. പ്രബലമായൊരു ചിന്താധാരയാണ്. ഈശ്വരനാണ് എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങളും നിശ്ചയിക്കുന്നത്. ഈശ്വരൻ നിശ്ചയിച്ച കർമ്മം ചെയ്തേ മതിയാവും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ ഈശ്വരൻ ആരെ കർമ്മമൊന്നും നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ വ്യാപരിക്കുന്ന പണി ഈശ്വരൻ നിശ്ചയിച്ചതാണെന്ന് പറഞ്ഞാൽ എല്ലാ പണികളെയും അംഗീകരിക്കേണ്ടി വരും. അതുപോലെ ഇപ്പോൾ ഒരാൾ മോഷ്ടാവാണെന്ന് വിചാരിച്ചോളൂ, കള്ളനാണ്, അപ്പോൾ അത് ഈശ്വരൻ നിശ്ചയിച്ചതാണ്. ഈശ്വര നിശ്ചയം ബഹുമാനിക്കണ്ടേ? വേണ്ടി? അത് എന്താ സംശയം? ഒരാൾ കൊലപാതകിയാണ്, അയാളുടെ പരിപാടി തന്നെ കൊല്ലലാണ്, അംഗീകരിച്ചേ മതിയോ? ഈശ്വര സൃഷ്ടല്ലേ? ഈശ്വരൻ പ്രത്യേകിച്ചൊരു പണിയൊന്നും നിശ്ചയിച്ചിട്ടില്ല ആർക്കും. ഇത് ഇന്ന് നമ്മളിരിക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രം ചിന്തിച്ചാൽ പോരാ. ഭഗവാൻ ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ ഇത് വലിയൊരു എന്താ പറയേണ്ടത്, അടിസ്ഥാനപരമായ പരിവർത്തനം ഉണ്ടാക്കുന്ന ദർശനമാണ്. അടിസ്ഥാനപരമായ പരിവർത്തനമുണ്ടാക്കുന്ന ഒരു ദർശനമാണ്. കാരണം ഇത് ഉപദേശിച്ച കാലഘട്ടം നമ്മൾ ചിന്തിക്കണം. ഒരു കാരണവശാലും സന്യാസം പാടില്ല
എന്നനുശാസിക്കുന്ന പൂർവമീമാംസകന്മാർ പ്രബലമായിരിക്കുന്ന കാലഘട്ടമാണ്. സന്യാസിക്കുക എന്ന് പറഞ്ഞാൽ മഹാപാപമാണ്. സന്യാസിക്കാൻ പാടില്ല. നിത്യകർമ്മങ്ങളെ ചെയ്തേ മതിയാവും. അപ്പോൾ നിത്യകർമ്മങ്ങൾ ചെയ്താൽ എന്താ ഗുണം? ചെയ്താൽ ഗുണമൊന്നുമില്ല. ചെയ്തില്ലെങ്കിൽ കൊടും പാപമാണ്. ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടെങ്കിൽ ചെയ്താൽ പുണ്യം ഉണ്ടാവണ്ടേ? അത് കേവല യുക്തിയല്ലേ? ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെങ്കിൽ ചെയ്താൽ പുണ്യം ഉണ്ടാവണ്ടേ? എന്താ അഭിപ്രായം? വേണം. അതില്ല. ചെയ്താൽ ഒരു പുണ്യവുമില്ല, ഒരു ഗുണവുമില്ല. ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്. ഇതാണ് പൂർവമീമാംസക സിദ്ധാന്തം കർമ്മത്തെ സംബന്ധിച്ച്. അപ്പോൾ പിന്നെ എന്തിനാ ചെയ്യുന്നേ? അത് ഈശ്വരദത്തമാണ്. അതായത് ഈശ്വരൻ എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല. അത് നിയമമാണ്, ലംഘിക്കാനാവാത്തതാണ്. പൂർവമീമാംസയിൽ ഈശ്വരനെക്കുറിച്ച് അവിടെ ചർച്ച വരുന്നില്ല. പക്ഷെ ലംഘിക്കാനാവാത്തതാണ് എന്ന് പറഞ്ഞാൽ അതുതന്നെയാണല്ലോ ഈശ്വരീയം. അപ്പോഴാണ് ഭഗവാൻ പറയണത്, ഒരു കർത്തൃത്വമൊന്നും അങ്ങനെ ഇല്ല, ഈശ്വരൻ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. എന്നാ കർമാണി, നിന്ന കർമ്മം നിന്ന ആൾക്ക് അങ്ങനെയൊന്നുമില്ല. ലോകസ്യ സൃജതി പ്രഭു, ഈശ്വരൻ അങ്ങനെ സൃഷ്ടിക്കണമെന്നില്ല. ചിലർ പറയാറുണ്ട്, ഭഗവാൻ എന്താ തോന്നിക്കണമെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുകയാണെന്നൊക്കെ. ഭഗവാനാ തോന്നിക്കണത്? ആരാ തോന്നിക്കണത്? അങ്ങനെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ഭഗവാൻ തോന്നിച്ചതാന്ന് പറയാം. ഭഗവാൻ എന്നെക്കൊണ്ട്, നീ എന്തിനാ മോഷ്ടിച്ചത്? ഭഗവാൻ തോന്നിച്ചതാണ്. എന്തിനാ നീ അവനെ അയാളെ നീ ഉപദ്രവിച്ചത് എന്തിനാ? ഭഗവാൻ തോന്നിച്ചതാണ്. ഇതൊക്കെ ഭഗവാനാണെന്ന് തോന്നിച്ചതെന്ന് പറഞ്ഞാൽ സർവത്ര അവ്യവസ്ഥ വരും. അപ്പോൾ ശിക്ഷാവിധികളോ രാജാവോ നീതിശാസ്ത്രമോ ആവശ്യമില്ല. നീതിശാസ്ത്ര നിയമങ്ങളൊന്നും ആവശ്യമില്ല. നീ എന്തിനാ അവൻ്റെ കൈ വെട്ടിയത്? ഭഗവാൻ തോന്നിച്ചാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഈശ്വരൻ തോന്നിച്ചാൽ എല്ലാവരും ആദരിക്കണ്ടേ അതിനെ? നാദത്തെ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ന കർമ്മഫല സംയോഗം, കർമ്മഫല സംയോഗവും ഈശ്വരൻ സൃഷ്ടിക്കണില്ല. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്നും പറഞ്ഞ് ഈശ്വരന് ഇതൊക്കെ നോക്കി നടത്താനല്ല പണി. അപ്പോൾ പിന്നെ സംശയം തോന്നുകയാണ്, പിന്നെ ആരാ ഈ കർമ്മങ്ങളൊക്കെ നിശ്ചയിക്കുന്നേ? ഇന്നത് ചെയ്യണം, ഇന്നത് പറയണം എന്നൊക്കെ ആരാ പ്രേരിപ്പിക്കുന്നേ? ഈശ്വരനല്ലെങ്കിൽ. സ്വഭാവസ്തു പ്രവർത്തതേ, സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വഭാവം ചെയ്യുന്നതിനെ നമ്മൾ ഈശ്വരനിലേക്ക് അധ്യാരോപിക്കുക. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഗുണഘടന, പ്രകൃതി, നമ്മളിലൊക്കെ നിലകൊള്ളുന്ന സത്വരജ സ്തമോ ഗുണങ്ങളുടെ പ്രത്യേകമായ അനുപാതം അല്ലെങ്കിൽ പ്രത്യേകമായ മിശ്രം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, വേണ്ടാന്ന് വിചാരിച്ചിരുന്നോ എന്നാലും ചെയ്തു പോയി ഇല്ലേ? അല്ലെങ്കിൽ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നോ എന്നിട്ടും പറഞ്ഞു പോയി. ചിന്തിക്കരുതെന്ന് വിചാരിച്ചതാ എന്നിട്ടും ചിന്തിച്ചു പോയി. അങ്ങനെയാണ്. അപ്പോൾ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്. അപ്പോൾ ആരാ ചെയ്യിക്കുന്നത്? എല്ലാം ഭഗവാൻ എന്താ ചെയ്യിക്കണമെന്ന് വെച്ചാൽ അത് സ്വഭാവസ്തു പ്രവർത്തതേ, നമ്മുടെ സ്വഭാവമാണ് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. സ്വഭാവം എന്താ? സ്വഭാവം നമ്മുടെയൊക്കെ ഗുണഘടനയാണ്, എല്ലാവരുടെയും ഗുണഘടനയാണ്. സ്വഭാവ, സ്വന്തം ഭാവം, അതാണ് പ്രകൃതി എന്ന് പറയാം നമുക്ക്. ഓരോരുത്തരുടെ പ്രകൃതി. ഈ പ്രകൃതി എങ്ങനെ വന്നു? നീ അതും ചിന്തിക്കണമല്ലോ. എവിടുന്നാണ് ഈ പ്രകൃതി വരുന്നേ? ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മങ്ങളുടെ ഫലരൂപമായി ഈ ജന്മത്തിൻ്റെ ആരംഭത്തിൽ അഭിവ്യക്തമാകുന്നതാണ് പ്രകൃതി, ഓരോരുത്തരുടെയും പ്രകൃതി. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രകൃതി, ഈ സ്വഭാവം ആരുണ്ടാക്കിയതാ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ.
എത്ര ജന്മജന്മാന്തരങ്ങളിലൂടെയെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും? എനിക്ക് തന്നെ കഴിയും. എനിക്കേ കഴിയൂ. ചിലർ പറയാറുണ്ട്, നിൻ്റെ സ്വഭാവം ഞാൻ മാറ്റിത്തരാം എന്നൊക്കെ. ഇല്ലേ, ദേഷ്യം പിടിച്ചാലൊക്കെയാണ് പറയുക, നിൻ്റെ സ്വഭാവം ഞാൻ നടക്കാത്ത പരിപാടിയാണ്. ഒരാൾ വിചാരിച്ചാൽ വേറൊരാളുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. വന്നുകൂടിയ ഭാവങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞാൽ തർക്കമില്ല. ആഗന്തുകമായിരിക്കുന്ന വന്നു ചേർന്ന ഭാവങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. സ്വഭാവം മാറ്റാൻ വേറെ ആൾക്ക് കഴിയില്ല. സ്വഭാവത്തിൽ സ്വാധീനം ചെയ്യാൻ അവനവനേ കഴിയൂ. നിരന്തരമായ തപസ്സിലൂടെ സ്വഭാവത്തെ പതുക്കെ 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 നമുക്ക് ഗുണകരമായി സ്വാധീനിക്കാം. വളരെ എളുപ്പം തന്നെ ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വഭാവത്തെ സ്വാധീനിക്കാം. രണ്ടും ആവാം. ഒന്ന് വളരെ പ്രയാസമാണ്, നല്ല പണിയെടുക്കണം ഇല്ലേ. ഒരു 100 നിലയുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോണച്ചാൽ എന്താ സ്ഥിതി? ഒരു 100 നിലയുള്ള കെട്ടിടമാണ്, അതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകണം. എങ്ങനെ കളിച്ചാലും ഒരു 1800 സ്റ്റെപ്പെങ്കിലും കയറേണ്ടി വരും മുകളിലെത്തണമെങ്കിൽ. അവിടുന്ന് കുത്തനെ താഴെ വീഴണമെങ്കിലോ വളരെ എളുപ്പം കഴിയും. ഒന്നങ്ങ് ചാടിക്കൊടുത്താൽ മതി. ഇതുപോലെയാണ്. വല്ലാത്ത ക്ഷീണം കിട്ടുമോ? എന്താ ചെയ്യാം? സ്വാമി ഒരു വൈദ്യരെ കാണിച്ചോളൂ. വൈദ്യരെടുത്ത് പോയി. വൈദ്യരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഒരു 3 മാസം രസായനം കഴിച്ചോളൂ, എന്നാൽ ക്ഷീണം മാറും. ശരി, ഞാൻ 3 മാസം കഴിച്ചു, ക്ഷീണവും മാറി. മടുത്തു കിട്ടുമോ ജീവിതം? വേണ്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യണത്? കുറച്ച് വിഷം കുടിച്ചു കളയാം. 3 മാസം കുടിക്കണോ? 90 ദിവസം കുടിക്കണോ? വേണ്ട, ഒറ്റ കുളി കുടിച്ചാൽ മതി, കഴിഞ്ഞു. സ്വാമി എവിടെ പോയി? അയാളുടെ കാറ്റ് പോയടേ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ്. പക്ഷേ വേറൊരാൾ വിഷം കുടിച്ചാൽ ഞാൻ ചാവില്ല. വേറൊരാൾ രസായനം കഴിച്ചാൽ എനിക്ക് ക്ഷീണവും മാറില്ല. പക്ഷേ രസായന പ്രയോഗത്തിലൂടെ ക്ഷീണം മാറണമെങ്കിൽ അത് 3 മാസം വെച്ചാൽ 3 മാസം തന്നെ കഴിക്കണം. വിഷപ്രയോഗത്തിലൂടെ മരണമാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി. ഇതേപോലെയാണ് നമ്മുടെ സംസ്കാരങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ഗുണകരമായത് പതുക്കെ 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 വരൂ. ദുഷ്ടമായത് എളുപ്പം പ്രവർത്തിക്കും. അത്ര എളുപ്പം എങ്ങനെയാണ് ഒരു മനുഷ്യൻ മാറുക എന്നൊക്കെ നമുക്ക് തോന്നും. അത്ര പെട്ടെന്ന് മാറും. ദുസ്സംഗത്തിൻ്റെ പ്രഭാവം വളരെ വലുതാണ്. സത്സംഗത്തിൻ്റെ പ്രഭാവം പതുക്കെ 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 പ്രവർത്തിക്കുകയുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. ചിലർ പറയും, അവൻ ഇത്ര കാലമായി സത്സംഗത്തിന് പോണത്, എന്നിട്ട് അതിൻ്റെ സ്വഭാവം കണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. പതുക്കെ ഫലിക്കൂ. ദുസ്സംഗത്തിന് പോയാൽ പെട്ടെന്ന് ഫലിക്കും. പെട്ടെന്ന് ഫലം വേണമെങ്കിൽ ദുസ്സംഗത്തിന് പോയാൽ മതി. അതെ, തമാശയല്ല. അപ്പം ഇതൊക്കെ സ്വഭാവമാണ്. നമ്മളിൽ നാം തന്നെ സ്വരൂപിച്ച ഗുണഘടന, പ്രകൃതി, അതാണ് സ്വഭാവം. ഈ സ്വഭാവം പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ഈശ്വരനാണ് ഇതൊക്കെ ചെയ്യണത് എന്ന് തോന്നുന്നത്. അതുകൊണ്ട് സ്വഭാവാനുസൃതമാണ് നമ്മുടെ പ്രവൃത്തികൾ. സ്വഭാവാനുസൃതമായ പ്രവൃത്തിയാണ് ഒരു മനുഷ്യന് നന്നായി ചെയ്യാൻ പറ്റുക. സ്വഭാവാനുസൃതമല്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ സംഘർഷമായിരിക്കും. സ്വഭാവാനുസൃതമായ പ്രവൃത്തി ചെയ്യുമ്പോൾ സംതൃപ്തിയായിരിക്കും. അതെ, ഈ സ്വഭാവത്തെ അപഗ്രഥിക്കുമ്പോഴാണ് നമ്മൾ സത്വരജസ് തമോ ഗുണങ്ങളെ പറ്റിയൊക്കെ പറയേണ്ടത്, ഗുണഘടനയെക്കുറിച്ച് പറയേണ്ടത്. അങ്ങനെ ഗുണഘടനയെ ചിന്തിക്കുമ്പോഴാണ് വർണ്ണങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗത്തിൽ ലോകത്തിലെ സകല ജനങ്ങളും വിഭക്തരാണ്. ഹിന്ദുക്കളെന്നൊന്നും പറഞ്ഞേക്കരുതേ. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. മനുഷ്യർ ബ്രാഹ്മണരുണ്ടാവും, ക്ഷത്രിയരുണ്ടാവും, വൈശ്യരുണ്ടാവും, ശൂദ്രരുണ്ടാവും. അത് ഗുണഭേദമനുസരിച്ചാണ്.
അപ്പം ഏത് ഗുണമാണോ നമ്മുടേത്, ഏത് ഘടനയാണോ അതിനനുസൃതമായ പ്രവൃത്തി നമുക്ക് സുഖമായി ചെയ്യാൻ പറ്റും. അപ്പോൾ സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യുമ്പോൾ അയാൾ ചുറ്റുപാടും ഒരു സന്തോഷം പരത്തും, അയാളിന്ന് ഉൽപ്പാദനം കൂടുതലുണ്ടാവും, അത് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഗുണകരമാകും. സംഘർഷത്തോടു കൂടി ജോലി ചെയ്യുമ്പോഴോ ചുറ്റുപാട് മുഴുവൻ അസ്വസ്ഥത പരക്കും, ഉത്പാദനവും ഉണ്ടാവില്ല. ചിന്തിക്കുക. ഇതാണ് ഗുണഘടനയ്ക്ക് അനുസൃതമായ കർമ്മം. അതുകൊണ്ട് ഈയൊരു വാക്യം നമ്മൾ ഹൃദയത്തിൽ രേഖപ്പെടുത്തണം. ഈശ്വരനല്ല കർമ്മങ്ങളെ നിശ്ചയിക്കുന്നത്, ഈശ്വരനല്ല കർമ്മഫല സംയോഗം, മറിച്ച് സ്വഭാവമാണ്. സ്വഭാവം പ്രകൃതിയാണ്, ഗുണഘടനയാണ്, അഥവാ ഗുണങ്ങളുടെ സമാഹാരമാണ്. ശ്രദ്ധിക്കുക. നോക്കൂ, അപ്പോൾ ചില കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരൻ പ്രസാദിക്കുന്നു, ചില കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ പാപമൊക്കെ ഈശ്വരനാണ്ട് എടുക്കും, ചില കർമ്മം ചെയ്താൽ നമുക്ക് പുണ്യം തരും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതോ അതില്ലേ? വെറുതെ പറയുകയാണെന്നേ, വെറുതെ പറയാണ്. നോക്കൂ, നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഇതൊക്കെ നൽകുന്നൊരു സന്ദേശം ശരിക്ക് ശ്രദ്ധിക്കുക. ഇത്തരം വാക്യങ്ങളെയും ആശയങ്ങളെയും ആകാവുന്നിടത്തോളം നമ്മൾ പ്രസരിപ്പിക്കണം. നാദത്തെ കസ്യചിത് പാപം വിഭുഃ. വിഭുഃ ഈശ്വരൻ വിശേഷേണ ഭവതീതി വിവിധം ഭാവയതീതി. പ്രഭു ശബ്ദത്തിൻ്റെ അതേ അർത്ഥമാണ് വിഭു ശബ്ദത്തിന്. വിശിഷ്ടതയാ ഭവിക്കുന്നവൻ, വിശേഷേണ ഭവിക്കുന്നവൻ, വിശിഷ്ടമായതിനെ ഭവിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ പ്രഭു എന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് വിഭു. അപ്പോൾ വിഭു ഈശ്വരൻ കസ്യചിത് പാപം ന ആദത്തെ, ആരുടെ പാപവും എടുക്കുന്നില്ല. എന്നാ പുണ്യം എടുക്കുമോ? ന ചൈവ സുകൃതം, പുണ്യം എടുക്കില്ല. അങ്ങനെ പലരും പറയാറുണ്ട്, ഭഗവാനെ എൻ്റെ പാപമൊക്കെ ഒന്നങ്ങ് ഏറ്റെടുക്കണേ, ഇല്ലേ? അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്താൽ നിൻ്റെ പാപമൊക്കെ ഭഗവാൻ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഭഗവാൻ നിനക്ക് പുണ്യം തരും. നോക്കൂ, ഒരാളൊരു സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ വേറൊരാൾ ഒരു 10 കിലോഗ്രാം തൂക്കെടുത്ത് വരുന്നുണ്ട്. ഇതൊന്ന് നിങ്ങൾ എടുക്കുമോ? ഞാൻ തൽക്കാലത്തേക്ക് എടുക്കാം. അപ്പോൾ ഇയാൾ 10 കിലോഗ്രാം എടുക്കാൻ തുടങ്ങിയിട്ടോ. 10 കിലോഗ്രാം എടുത്ത് വന്നാൾക്കപ്പോൾ തൂക്കമൊന്നുമില്ല, അയാൾ സുഖമായിട്ട് കൈയും വീശി നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ, ഇതും കൂടി നിങ്ങളൊന്ന് എടുക്കുമോ? ഈ പാവം 20 കിലോഗ്രാമായി. ചുരുക്കി പറഞ്ഞാൽ ഇനി അയാൾക്ക് എടുക്കാനുള്ള ശക്തിയില്ല. ഈശ്വരൻ ഈ ലോകത്തിലെ ജനങ്ങളുടെ പാപമൊക്കെ ഏറ്റെടുത്താൽ ഈശ്വരൻ മഹാഭാവിയായി പോയില്ലേ? ഇല്ല. എന്നാ ആലോചിച്ച് നോക്കൂ. ഈ ഒരാളുടെ പാപം 2 ആളുടെ പാപമാണെങ്കിൽ തിരക്കുകളില്ല, സകലമാന ജനങ്ങളും ഈശ്വര എൻ്റെ പാപം ഒന്ന് എടുക്കണേ, പുണ്യം എടുക്കണേന്ന് പൊതുവെ ആൾക്കാർ പറയാറില്ല. പുണ്യം എനിക്കുള്ളതാണ്, പാപം നിനക്കുള്ളതാണ്. അതാണ് പൊതുവെ ഭക്തന്മാരുടെ ഒരു സ്വഭാവം. പുണ്യമൊക്കെ എനിക്ക്, പാപമൊക്കെ നിനക്ക്. അങ്ങനെ ഓരോരുത്തരുടെ പാപം ഏറ്റെടുത്താൽ ഭഗവാൻ ആരാവും? മഹാപാപിയാവും. ചിന്തിക്കുക.
അതുപോലെ പുണ്യവും നാദത്തെ പുണ്യം എടുക്കണില്ല. എൻ്റെ പുണ്യമൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് മോക്ഷം തരണേ. ഇവിടെ നിൻ്റെ പുണ്യം എടുക്കണില്ല ഈശ്വരൻ, പാപം എടുക്കണില്ല ഈശ്വരൻ. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പൂജകളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും വഴിപാടുകളെ കൊണ്ടും ജപങ്ങളെ കൊണ്ടും കീർത്തനങ്ങളെ കൊണ്ടും ഒന്നൊരു പ്രയോജനവും ഇല്ലല്ലോ. ഞാൻ നാളെ തൊട്ടെല്ലാം നിർത്താൻ പോവുകയാണ്. അത് പറ്റില്ല. അതിനെക്കൊണ്ടൊക്കെ പ്രയോജനമുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമോ? ഉണ്ടാവും. ഈ നിങ്ങളെന്നല്ലേ പറഞ്ഞാൽ എടുക്കില്ലേ? നോക്കൂ, നല്ല തണുപ്പുള്ള കാലം, ദേശം, തണുത്ത് വിറയ്ക്കുക. അപ്പോൾ ഒരാൾ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് അഗ്നി ജ്വലിക്കുന്നത് കണ്ടു. അയാൾ അതിനടുത്തേക്ക് പോയി. അതിൻ്റെ അടുത്ത് പോയാൽ തനിക്ക് ഈ ശീതം ഒരല്പം ശമിക്കുന്ന അയാൾക്ക് മനസ്സിലായി. അതിൻ്റെ അടുത്ത് പോയി. ഒരു നിശ്ചിത അകലത്തിലെത്തിയപ്പോൾ നല്ല സുഖം. ഇപ്പോൾ തണുപ്പ് ലെവലേശമില്ല, സുഖമായി. അവിടെ ഇരിക്കുക. തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ തീ കായുന്ന സ്വഭാവം ഇല്ലേ? പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. തീ കായുക എന്നുള്ളത്, ചമ്മലൊക്കെ കൂട്ടി അടിച്ചു വാരി കൂട്ടി തീയിട്ട് കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൂടി ഇരിക്കുക കുറച്ച് നേരം. ഇപ്പോഴും അത് വിവിധ തണുപ്പുള്ള പ്രദേശങ്ങളിലുണ്ട്. അതിൻ്റെ ചമ്മലിന് പകരം വസ്തു വേറെ ആയിരിക്കും എന്നൊക്കെയേ ഉള്ളൂ. വസ്തുവൊക്കെ ഒന്ന് മാറും, അത്രയേ ഉള്ളൂ. ചോദ്യം, ഇവിടെ അഗ്നി ഇയാളുടെ തണുപ്പിനെ ഏറ്റെടുത്തോ? ഇയാളുടെ തണുപ്പ് അഗ്നി ഏറ്റെടുത്തുവെങ്കിൽ ഒരു 10 പേര് തീക്കായുമ്പോഴത്തേക്ക് അഗ്നി തണുത്ത വസ്തു ആവണം. അതുണ്ടാവുന്നില്ല. അഗ്നി ആരുടെയും തണുപ്പിനെ ഏറ്റെടുക്കുന്നില്ല. എന്നാൽ ഇയാൾക്ക് തണുപ്പ് കുറഞ്ഞോ? ഇയാൾക്ക് തണുപ്പ് കുറഞ്ഞു, തണുപ്പ് പോയി. അഗ്നി സാമീപ്യത്തിൽ തണുപ്പ് അകലുക എന്ന പ്രയോജനം ഉണ്ടായി. അതിൻ്റെ അർത്ഥം ഇയാളുടെ തണുപ്പിനെ അഗ്നി ഏറ്റെടുത്തു എന്നല്ല. ഇതുപോലെ നാമജപങ്ങളെ കൊണ്ട്, മന്ത്രോപാസനകളെ കൊണ്ട്, പൂജകളെ കൊണ്ട്, ഹോമങ്ങളെ കൊണ്ട്, പാഠങ്ങളെ കൊണ്ട്, ദേവതോപാസനയ്ക്ക്, ഈശ്വരോപാസനയ്ക്ക് വിഹിതങ്ങളായ മാർഗങ്ങളെ കൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി കൂടുതൽ 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 പ്രകാശിക്കുമ്പോൾ സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹം നമുക്ക് കൂടുതൽ അനുഭവത്തിൽ വരും. അതുകൊണ്ട് പൂജ ചെയ്യണം, പാഠം ചെയ്യണം, കീർത്തനം ചെയ്യണം, ഹോമം ചെയ്യണം, മന്ത്രോപാസന ചെയ്യണം, എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു സാധനയോ ഉപാസനയോ ചെയ്യണ്ട എന്നല്ല, അതെല്ലാം ചെയ്യണം. അതിലൂടെ സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഈശ്വര അനുഭവം നേടാനുള്ള സാധ്യത മനുഷ്യന് വന്നു ചേരുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കർമ്മം കൊണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹം ചെയ്തു എന്നല്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ചിലരങ്ങനെ പറയാറുണ്ട്. നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ഇല്ല കേട്ടോ, അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടു, ഒരു തീവണ്ടി അപകടത്തിൽപ്പെട്ടു. കുറേ കമ്പാർട്ട്മെൻറ്റുകൾ പാലം പൊളിഞ്ഞ് താഴെ പുഴയിൽ വീണു. ഇദ്ദേഹം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഈ മുങ്ങിയ ഒരു കമ്പാർട്ട്മെൻറ്റ് നാം ഇപ്പോൾ രക്ഷപ്പെട്ടത്, ഒരു പോറൽ ഏൽക്കാതെ. ധാരാളം ആശ്രമങ്ങളുമായിട്ടും മറ്റും ബന്ധപ്പെടുന്നൊരു വ്യക്തിയാണ്. ഒന്നാന്തരം നല്ലൊരു ഭക്തനാണ്. എന്ന് മാത്രമല്ല, തനിക്കറിയുന്ന ശാസ്ത്ര വിഷയങ്ങൾ സമൂഹമായിട്ട് പങ്കുവയ്ക്കുന്ന ആളാണ്. ആശ്രമത്തിൽ വന്നു ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ, സ്വാമി രക്ഷപ്പെട്ടു കിട്ടുമോ? എന്താ കാരണം രക്ഷപ്പെടാൻ? ഈശ്വരൻ അനുഗ്രഹിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ, നിങ്ങളെ ഈശ്വരൻ പ്രത്യേകം അനുഗ്രഹിക്കാൻ നിങ്ങളും ഈശ്വരനും തമ്മിൽ എന്താ കച്ചവടം?
ചോദ്യം 2, അവിടെ മരിച്ചവരും പരിക്ക് പറ്റിയവരുമായവരെ ഈശ്വരൻ അനുഗ്രഹിച്ചില്ല എന്നാണോ പറയുന്നത്? ഇപ്പോൾ ചിലരെ അനുഗ്രഹിക്കുക, ചിലരെ അനുഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരൻ പക്ഷപാതിത്വമുള്ളവനല്ലേ? പക്ഷപാതിത്വമുള്ളവനാണെങ്കിൽ അവൻ ഈശ്വരനാവുമോ? ഞാൻ കുറേ ആൾക്കാരോട് ഇത് തന്നെ പറഞ്ഞപ്പോൾ ആരും ഇങ്ങനെ പറഞ്ഞില്ലല്ലോ സ്വാമി, എല്ലാവരും പറഞ്ഞാൽ പറയാൻ ചിദാനന്ദപുരി സ്വാമി വേണോ? അപ്പോൾ പിന്നെ എന്താ സ്വാമി ഞാൻ രക്ഷപ്പെട്ടത്? പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല. അത് തന്നെ പ്രാരബ്ധം, ശരീരഗതമായ പ്രാരബ്ധം കഴിഞ്ഞാൽ ആ നിമിഷം മരിക്കും. ഒരു മിനിറ്റ് പോലും പിന്നെ ഇരിക്കില്ല. പ്രാരബ്ധം ശേഷിക്കവേ എന്തെങ്കിലും മാനസിക വൈകൃതത്താൽ ആത്മഹത്യ ചെയ്യാമെന്ന് 1 അല്ല 2 അല്ല 8 പ്രാവശ്യം തോന്നിയാലും ചാവൂല. 8 പ്രാവശ്യം കെട്ടി തൂങ്ങിയ ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം 8ാമത്തെ പ്രാവശ്യമാണ് നട്ടെല്ല് പൊട്ടി സ്വാധീനം ഇല്ലാണ്ടായിപ്പോയത്. അതുകൊണ്ട് 9ാം പ്രാവശ്യം പരീക്ഷിച്ചില്ല. അല്ലെങ്കിൽ 9 മൂപ്പര് നോക്കുമായിരുന്നു. അതെ, തമാശയല്ല. അയാളെ കാണുക മാത്രമല്ല, അദ്ദേഹത്തെ ഒരു പലകേൻ്റെ മുകളിൽ കിടത്തിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വീട്ടുകാർ റോഡുമ്മൽ വയ്ക്കും. റോഡുമെന്ന് കൊണ്ടുപോകൽ കുട്ടികളുടെ പണിയാണ്. സ്കൂൾ കുട്ടികളാണ് ഉന്തി കൊണ്ടുപോകുക ഇദ്ദേഹത്തെ. നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ അദ്ദേഹത്തെ ഉന്തും. അങ്ങനെ അദ്ദേഹം എല്ലാവരോടും പറയും, ആർക്കും ആത്മഹത്യ ചെയ്യാൻ പാടില്ല, പടച്ചോൻ തന്ന ആയുസ് എടുക്കാൻ ആർക്കും അധികാരമില്ല എന്ന്. അപ്പോൾ ഈശ്വരൻ എന്നെ പ്രത്യേകമായി അനുഗ്രഹിച്ചു, അതുകൊണ്ട് എനിക്ക് ജീവൻ കിട്ടി, അത് പറ്റില്ല. അപ്പം മരിച്ചവരൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കാത്തവരാണെന്ന് വരും. അത് ശാസ്ത്രസമ്മതമല്ല. ഈശ്വരൻ പക്ഷപാതിത്വമുള്ളവനല്ല. അതുകൊണ്ട് നാദത്തെ കസ്യജിത് പാപം ന ചൈവ സുകൃതം വിഭു. ആരുടെയും പുണ്യത്തെയോ പാപത്തെയോ ഈശ്വരൻ ഏറ്റെടുക്കുന്നില്ല. ഇതുറച്ച് മനസ്സിലാക്കണം. പുണ്യകരങ്ങളായ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ നമ്മുടെ അന്ധക്കരണം കൂടുതൽ ശുദ്ധമാകും. എത്ര കണ്ട് നമ്മുടെ അന്ധക്കരണം ശുദ്ധമാകുന്നു അത്ര ഈശ്വരാനുഭൂതിയുടെ, ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആ ഭാവത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. എത്ര കണ്ണാടി സ്വച്ഛമാണോ അത്രയും പ്രതിബിംബം സ്പഷ്ടമാകും. എത്ര കണ്ട് ദുഷ്കർമ്മങ്ങളിലൂടെ നമ്മുടെ മനസ്സ് മലീമസമാകുമോ അത്രയും സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹത്തെ അറിയാൻ നമുക്ക് കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. എല്ലാത്തിനെയും കുറ്റപ്പെടുത്തി, എല്ലാവരെയും കുറ്റപ്പെടുത്തി നമ്മളങ്ങനെ കഴിഞ്ഞുകൂടും. ചിന്തിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് തോന്നണമൊക്കെ എന്തുകൊണ്ടാണ്? അജ്ഞാനേനാവൃതം ജ്ഞാനം. അജ്ഞാനേന ജ്ഞാനം ആവൃതം. അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുക. തേന അതിനെക്കൊണ്ട് ജന്തവഹ ജന്തുക്കൾ മുഹ്യന്തി മോഹിക്കുന്നു. ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ. ജനനശീലോ ജന്തു. ജനിച്ചവരെയാണ് ജന്തു എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിച്ചാലൊക്കെയാണ് ജന്തു എന്നൊക്കെ പറയുക, അല്ലേ? അല്ല, ഈ സംഗതി ശരി തന്നെ. ഈ ജനിക്കുക എന്നുള്ളതൊരു ഒരു വിക്രിയാണല്ലോ ഏതായാലും. അപ്പോൾ ജനിച്ചവരാണ് ജന്തു. ജനനശീല ജന്തു. ഈ ജന്തുക്കളൊക്കെ നമ്മളൊക്കെ തന്നെ മോഹിക്കുന്നു. അതെങ്ങനെയാണ് മോഹിക്കണത്? ജ്ഞാനമില്ലാത്തത് കൊണ്ട് മോഹിക്കുന്നു എന്ന് ആരും പറഞ്ഞേക്കരുത്. ആരും എനിക്ക് ജ്ഞാനമില്ല എന്ന് പറഞ്ഞേക്കരുത്. ഇപ്പോൾ ഈ കൂട്ടത്തിലൊരാൾ പറയാമെന്ന് വിചാരിച്ചോളൂ, സ്വാമി എനിക്ക് ജ്ഞാനമില്ലല്ലോ. തിരിച്ചുള്ള ചോദ്യം, ജ്ഞാനമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, ജ്ഞാനമില്ലാന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് ജ്ഞാനമാണോ ഉള്ളത്, അജ്ഞാനമാണോ ഉള്ളത്? എനിക്ക് ജ്ഞാനമില്ല എന്ന ജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനമാണോ അജ്ഞാനമാണോ? ജ്ഞാനമാണ്. പക്ഷെ ജ്ഞാനം സ്വതസിദ്ധമായ നമ്മുടെ ചിദ്ഭാവം മറയ്ക്കപ്പെടുന്നു. മേഘമണ്ഡലത്താൽ സൂര്യൻ എന്ന പോലെ. മേഘമണ്ഡലത്താൽ സൂര്യൻ മറയ്ക്കപ്പെടുന്നുണ്ടോ?
ആദ്യം പറയുകയാണ്, മേഘമണ്ഡലത്താൽ സൂര്യൻ എന്ന പോലെ ജ്ഞാനം അജ്ഞാനത്താൽ മറയ്ക്കപ്പെടുന്നു. നല്ല ഉപമ, അസ്സലായിട്ടുണ്ട് സ്വാമി. അപ്പോഴടുത്ത ചോദ്യം, മേഘമണ്ഡലം സൂര്യനെ മറയ്ക്കുന്നുണ്ടോ? സൂര്യൻ എവിടെ കിടക്കണോ? അല്ല, ഇവിടെ ഉണ്ട് കേട്ടോ ചിലരൊക്കെ. നമ്മൾ വിചാരിച്ച സൂര്യൻ അങ്ങ് ദൂരെയാണ്, എത്രയോ ദൂരെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ് കേട്ട് നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ സൂര്യനുണ്ടെന്നാണ് കേൾക്കണത്. കരിഞ്ഞു പോവും അതിൻ്റെ അടുത്തേക്ക് പോയാൽ. നമുക്ക് കേൾക്കണോ അറിയില്ല, അനുഭവിച്ചോൽക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ സൂര്യമണ്ഡലത്തെ മേഘത്തിന് മറയ്ക്കാൻ പറ്റുമോ? മേഘം നമ്മുടെ സമീപത്തല്ലേ, അല്ലേ? മേഘം എത്ര അടുത്തുള്ളത്? കുറച്ച് നാട് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേഘത്തിന് മുകളിലായി, പിന്നെ മേഘമൊക്കെ താഴെയായി. അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യനെ മേഘം മറയ്ക്കുന്നു, അല്ലാണ്ട് സൂര്യനെ മേഘം മറയ്ക്കണമെന്നില്ല. സൂര്യൻ എവിടെ കിടക്കണോ? എനിക്കിപ്പോൾ ഇത്ര ആൾക്കാരെ മറയ്ക്കാൻ ഈ വിരലിൻ്റെ ചെറിയൊരു കഷ്ണം മതി, ഒരു ഭാഗം മതി, എല്ലാം മറച്ചു. എവിടെ മറയണു? നിങ്ങളെല്ലാം അതുപോലെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ മറയ്ക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ജ്ഞാനസ്വരൂപം മറയ്ക്കപ്പെടണമൊന്നുമില്ല. പക്ഷേ ജ്ഞാനം മറയ്ക്കപ്പെടും. അജ്ഞാനേന ജ്ഞാനം ആവൃതം. അതുകൊണ്ട് നമുക്കാർക്കും പുതുതായിട്ട് ജ്ഞാനം കിട്ടാനില്ല. അത് മനസ്സിലാക്കുക. ഏതെങ്കിലും വേദാന്തം പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടോ നമുക്ക് ജ്ഞാനം പുതുതായി കിട്ടാനില്ല. അജ്ഞാനം നശിക്കാനേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, സ്വാമി വേദാന്തം പഠിച്ചാൽ എന്താ കിട്ടുക? ഒരാൾ ചോദിച്ചു. എന്താ മറുപടി? ഒന്നും കിട്ടാൻ പോകുന്നില്ല, നഷ്ടക്കച്ചവടമാണ്. വേദാന്തത്തിൻ്റെ ഫലം ഒന്നും കിട്ടലല്ല, പോവല. എന്ത് പോവല്? അജ്ഞാനം നശിക്കുക. അജ്ഞാനം നശിച്ചപ്പോഴോ സ്വതസിദ്ധമായ ജ്ഞാനം പ്രകാശിച്ചു. ശ്രദ്ധിക്കുക. അപ്പോൾ അജ്ഞാനേന ജ്ഞാനം ആവൃതം തേന, അതിനെ കൊണ്ട് ഈ ജന്തുക്കളൊക്കെ മോഹിക്കുന്നു. അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെടുന്നതോടുകൂടി നമ്മൾ മോഹിക്കുകയാണ്. അങ്ങനെ ശരിയെന്ത് തെറ്റെന്ത്, കർത്തവ്യം എന്ത് അകർത്തവ്യം എന്ത് എന്നൊന്നും തിരിച്ചറിയാതെ സത്യം എന്ത് അസത്യം എന്ത് ഒരു ബോധവും ഇല്ലാണ്ട് കഴിയുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. എവിടെ? ഈ അജ്ഞാനാവരണത്തെ ശോധനം ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരിക. അതിനാണ് ഉപാസനകൾ. എല്ലാ ഉപാസന, മന്ത്രോപാസനയാകട്ടെ, പൂജകളാവട്ടെ, ഇന്നതെന്ന് പറയുന്നില്ല, ശാസ്ത്രസ്വാധ്യായമാകട്ടെ, നിഷ്കാമ കർമാനുഷ്ഠാനമാകട്ടെ, ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച് വ്യത്യസ്തങ്ങളായ സാധനാവിശേഷങ്ങളെ അനുഷ്ഠിക്കേണ്ടി വരും. അതെല്ലാം ഈ അജ്ഞാന നാശത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് പരമാർത്ഥം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, അപ്പോൾ എന്താ വേണ്ടത്? അജ്ഞാനം ഇല്ലാണ്ടാക്കാൻ നോക്കുക. ശരി, അങ്ങനെ അജ്ഞാനം ഇല്ലാണ്ടായാലോ? എന്നാൽ പിന്നെ എന്താ വേണ്ടത്? പിന്നൊന്നും വേണ്ട. അജ്ഞാനം ഉള്ളപ്പോഴാണ് അത് വേണം തോന്നണതേ. അത് നശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും വേണ്ട. അതെങ്ങനെയാ? മനസ്സിലായില്ലല്ലോ. നോക്കൂ, ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തത് അജ്ഞാനം യേഷാം നാശിതം. തത് അജ്ഞാനം, ആ അജ്ഞാനം. ഏതജ്ഞാനം?
ഏതൊരജ്ഞാനമാണോ ജ്ഞാനസ്വരൂപത്തെ മറയ്ക്കുന്നത് ആ അജ്ഞാനം. അതിനാണ് തത് പറഞ്ഞത്. ആ അജ്ഞാനം, വെറും അജ്ഞാനം എന്നല്ല പറഞ്ഞത്, തത് അജ്ഞാനം. ആ അജ്ഞാനം, ജ്ഞാനസ്വരൂപത്തെ മറയ്ക്കുന്നതായ അജ്ഞാനം. ജ്ഞാനേന, ജ്ഞാനം കൊണ്ട്, വിവേകം കൊണ്ട്, വിചാരം കൊണ്ട്, യേശാം നാശിതം, ആർക്ക് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ, ആർക്കാണോ അജ്ഞാനം നശിച്ചിരിക്കുന്നത്, ഏതജ്ഞാനം? ആത്മനഃ, തൻ്റെ അജ്ഞാനം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഗുരുനാഥൻ വലിയ ജ്ഞാനിയാട്ടോ, സന്തോഷം, നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് നിനക്കെന്ത് കാര്യം? എൻ്റെ അച്ഛൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, സന്തോഷമാണ്. ഒരു മകനെ സംബന്ധിച്ച് സന്തോഷമാണ് അച്ഛൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു എന്ന് കേട്ടാൽ. പക്ഷേ വിശപ്പ് മാറുമോ? അതില്ല. വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ തന്നെ കഴിക്കണം. സ്തോത്ര കീർത്തനങ്ങൾ അന്ധകരണത്തിന് ശുദ്ധി നൽകാൻ നല്ലതാണ്, അതിൽ കവിഞ്ഞ് പ്രയോജനമൊന്നുമില്ല. ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഗുണകഥനാണല്ലോ. ഭഗവാനെ നിനക്കതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്തുതിക്കുകയാണ്. മഞ്ഞപ്പട്ടുണ്ട്, എന്താ പറയേണ്ടത്, പീലി ചൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്തുതിക്കുക. അല്ലെങ്കിൽ ശിവനെ സ്തുതിക്കുമ്പോൾ തൃശ്ശൂലുണ്ട്, അതുണ്ട് ഇതുണ്ട്. അത് അവിടെ ഉണ്ടായിട്ട് നമുക്കെന്ത് കാര്യം? കൃഷ്ണൻ അലങ്കാരം വെച്ചിട്ട് കൃഷ്ണന് കൊള്ളാം, രാമൻ അലങ്കാരത്തെ വെച്ചാൽ രാമന് കൊള്ളാം, നിനക്കെന്ത് കൊള്ളാം? ആത്മനഃ, തൻ്റെ അജ്ഞാനം ആർക്ക് നശിച്ചിട്ടുണ്ടോ, ജ്ഞാനവിചാരം കൊണ്ട്, ജ്ഞാനസാധനകളെ കൊണ്ട്, തേഷാം, അവർക്ക് ആദിത്യവത്, സൂര്യനെപ്പോലെ. സൂര്യൻ അത്യുജ്വലമായ ഭാവത്തോടു കൂടി പ്രകാശിക്കുകയാണ്. അവിടെ അന്ധകാരത്തിൻ്റെ കണികയില്ല. അതേപോലെ ആദിത്യവത്, ആദിത്യനെ പോലെ ജ്ഞാനം പ്രകാശയതി, ജ്ഞാനം പ്രകാശിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. തത്പരം അനന്തരം. അപ്പോൾ ഏതൊരു വ്യക്തിയിൽ എപ്പോഴാണോ ജ്ഞാനവിചാരത്താൽ, വിവേക സാധനയാൽ, വിചാരത്താൽ ജ്ഞാനം പ്രകാശിക്കുന്നത്, ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2 ശ്ലോകങ്ങളിലായിട്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ എന്നും, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയഃ എന്നും. എന്താണ് ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4 പഠിച്ചിട്ടാണ് 5ലേക്ക് എത്തുന്നത്, അത് ഓർമ്മിക്കുക. അപ്പോൾ ഈ സാധനാക്രമങ്ങളിലൂടെ ചരിച്ച് ആരിലാണോ ജ്ഞാനം പ്രകാശിച്ചിട്ടുള്ളത് അവരുടെ അജ്ഞാനം നിശേഷം പോയി. ഇത് വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. അജ്ഞാനം നശിക്കുമ്പോൾ ജ്ഞാനം പ്രകാശിക്കുന്നു, ജ്ഞാനം പ്രകാശിക്കുമ്പോൾ അജ്ഞാനം നശിക്കുന്നു. ഇത് ഒരേ വസ്തുതയെ നമ്മൾ 2 വീക്ഷണകോണുകളിൽ നിന്ന് അപഗ്രഥിച്ച് പറയുന്നത് പോലെയാണ്. ഏകകാലത്തിൽ 2 സംഭവിക്കുകയാണ്. ഏകകാലത്തിൽ 2 സംഭവിക്കുമ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറയാം, ഇതുകൊണ്ട് അതൊന്നും പറയാം. ഏകകാലമാണ്. അതുകൊണ്ട് ഇന്ന് ജ്ഞാനപ്രകാശവും നാളെ അജ്ഞാനനാശവും എന്നല്ല, ഇന്ന് അജ്ഞാനനാശവും നാളെ ജ്ഞാനപ്രകാശവും എന്നല്ല. നോക്കൂ, ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേദാന്തം സ്വാധ്യായം ചെയ്ത് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വേദാന്തത്തെ നിങ്ങൾ പരമപ്രമാണമായി സ്വീകരിക്കുന്നു, എന്തുകൊണ്ട്? മറുപടി ലളിതമാണ്.
വളരെ ലളിതമാണ്. ശാസ്ത്രത്തിന് പോലും പ്രമാണഭൂതന്മാരായവരെ ഞാൻ കാണുന്നു, അതുകൊണ്ടാണ്. ശാസ്ത്രത്തിന് പോലും പ്രമാണഭൂതന്മാരായവരെ ഞാൻ കാണുന്നു, അതുകൊണ്ടാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. പരമപ്രമാണമാണ് ശാസ്ത്രം, ശാസ്ത്രമാണ് പ്രമാണം. എന്നാൽ ആ ശാസ്ത്രത്തിലേക്ക് ദത്തശ്രദ്ധരായി നമ്മൾ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ജീവിതം അതിന് സമർപ്പിക്കണമെങ്കിൽ അതെങ്ങനെ സാധിക്കുന്നു? അതിനാണ് മറുപടി. ശാസ്ത്രം പരമപ്രമാണമാണെങ്കിലും ശാസ്ത്രത്തിനും പ്രമാണഭൂതന്മാരുണ്ട്. അതാണ് വിജ്ഞാനികളായ മഹാപുരുഷന്മാർ, ബ്രഹ്മനിഷ്ഠന്മാർ. അവരുടെ ജീവിതത്തിൽ ഞാൻ ഈ ശാസ്ത്രത്തിൻ്റെ പ്രായോഗികതയെ കാണുന്നു. അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ നേരിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ സമ്പൂർണമായി ശാസ്ത്രത്തിൽ സമർപ്പിക്കുന്നു. അത് വലിയ ദൃഢതയാണ്. ഒരാൾ പറഞ്ഞു, ഈ കർമ്മങ്ങൾ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാം. കാരണം ആ പറഞ്ഞ വ്യക്തിയിൽ കിടക്കട്ടെ, ഒരു സത്യത്വ ബുദ്ധി, അയാൾ കള്ളം പറയില്ല എന്നൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ എന്നാലും ചെയ്ത ആളും അയാൾ പറഞ്ഞിട്ട് ഏറ്റു ചെയ്ത ആളും രണ്ടുപേരും ഈ ലോകത്ത് തന്നെയായിരിക്കണത്. അയാൾക്ക് സ്വർഗം കിട്ടുമോ കിട്ടില്ലയോ രണ്ട് കൂട്ടർക്കും അറിയില്ല. അറിയോ? കാരണം അത് മരിച്ചാൽ കിട്ടുന്ന വസ്തുവാണ്. പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അറിയുക? എന്നാലും പലരും വിശ്വസിച്ച് ചെയ്യും. വിരോധമില്ല, ചെയ്യട്ടെ, വിരോധമൊന്നുമില്ല, ചെയ്യട്ടെ. എന്നാളൊരു കൂട്ടർ നമ്മളൊരു പരിപാടിക്ക് ക്ഷണിച്ച് അവിടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്കൊരു ആവശ്യം. എന്താ ആവശ്യം വെച്ചാൽ, കാര്യക്രമത്തിൻ്റെ ഭാഗമായിട്ട് ചില പ്രത്യേക യാഗവിശേഷങ്ങളൊക്കെ ഉണ്ട്. നല്ലത് തന്നെ, സന്തോഷം. ആ യാഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു യാഗമുണ്ട്, പുത്രേഷ്ടിയുണ്ട്, പുത്രകാമേഷ്ടിയുണ്ട്. അപ്പോൾ ഈ പുത്രകാമേഷ്ടിക്ക് എല്ലാവരും പങ്കെടുക്കണം. അത് പങ്കെടുത്താൽ മക്കളുണ്ടാവും, ഉറപ്പാണ് എന്ന് സ്വാമി എന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെയാണ് പറയുക? അല്ല, സ്വാമിക്ക് ഇതിൽ വിശ്വാസമില്ലേ? എടേ, എനിക്ക് മക്കളുണ്ടായിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ പറയും? എനിക്ക് അനുഭവമില്ലാത്ത ഞാനെങ്ങനെയാണ് പറയുക? ഈ പുത്രകാമേഷ്ടി ചെയ്താൽ മക്കളുണ്ടാവുമെന്ന് ഞാനെങ്ങനെ പറയും? ഞാൻ പറയില്ല. അല്ല, സ്വാമി ഒന്ന് പറഞ്ഞാൽ ഒരു ഗുണമാണ്, സ്വാമിയുടെ വാക്കിനൊരു ഒരു ഒരു ബലമുണ്ട്, അത് ഇല്ലാണ്ടാക്കണോ? ലളിതമായ ചോദ്യമാണ്, ഒന്നും വളച്ചു വയ്ക്കാനില്ല. അതിന് ബാക്കിയൊക്കെ പറയാം. ഇങ്ങനെ സംഘാടകർ ഉണ്ട്, ഈ സംഘാടകർ ഇന്ന പോലെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയാം. അതിനൊന്നും വിരോധമല്ല. പക്ഷെ അത് ചെയ്താന്നത് കിട്ടുമെന്ന് ഞാൻ പറയില്ല. അങ്ങനത്തെ വിഡ്ഢിത്തരം പറയാൻ ഞാനില്ല. അതെനിക്കറിയില്ല. നേരെ മറിച്ച് വേദാന്തം അതല്ല. വേദാന്തത്തിൽ പറയുന്നതായ ഫലം മരിച്ചു പോയിട്ട് കിട്ടുന്നതല്ല. വേദാന്തത്തിൽ പറയുന്ന ഫലം കാലാന്തരത്തിലോ ദേശാന്തരത്തിലോ മരണാനന്തരമോ ലഭിക്കുന്നതല്ല. മറിച്ച് ബ്രഹ്മനിഷ്ഠന്മാരായ മഹാപുരുഷന്മാരെ ഞാൻ കാണുന്നു. അവരുടെ ജീവിതം അല്പം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ഭാവങ്ങളിലും അഭിനയിക്കുമ്പോഴും എല്ലാമായി കഴിയുമ്പോഴും അവരതിൽ നിന്നെല്ലാം വേർപെട്ട് നവദ്വാരേ പുരേ ദേഹി സുഖം ആസ്തേ എന്ന് കഴിയുന്നത് ഞാൻ കാണുന്നു. ഇപ്പോട്ടെ ഈ ലോകത്തിൽ ഒരിക്കൽ ആശ്രമത്തിൽ അന്തര്യോഗത്തിന് ഒരു വിഷയം അവതരിപ്പിച്ച് ക്ലാസ് എടുക്കാനൊരു ആചാര്യൻ വന്നതാണ്. ഒരു പരസ്യം പറഞ്ഞു കേട്ടോ, വളത്തൂർ അദ്വൈതാശ്രമത്തിൽ എല്ലാ വർഷവും ഡിസംബർ 23 മുതൽ ഒരാഴ്ചക്കാലം ആധ്യാത്മിക അന്തര്യോഗമുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ പ്രഭാഷണം കേട്ട് പോകലല്ല, ഒരാഴ്ച സാധനയാണ്. രാവിലെ 5:30 മുതൽ രാത്രി 9:30 വരെ. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പരിവർത്തനം ഉണ്ടാവും, ഉറപ്പാണ്.
അത് ഉറപ്പാണ്. ശരി, ഏതായാലും ഡേറ്റ് പറഞ്ഞേ, ഡിസംബർ 23 മുതൽ ഒരാഴ്ച. ശരി, ഇതിനപ്പോൾ ക്ലാസ് എടുക്കാൻ വന്ന ഒരു ആചാര്യനോട് സംശയം ചോദിച്ചു. ഒരാൾ ഹാളിൽ നിന്ന് സംശയം ചോദിച്ചു, സ്വാമി എന്താ സന്യാസിയായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സന്യാസിയായത്? സ്വാമിജി പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിന് വിശാലമായി മറുപടി പറയാം, വളരെ വിശദമായി വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും മെനക്കെടുന്നില്ല, ഒറ്റ വാക്കിൽ മറുപടി പറയാം. ഗുരുനാഥനെ കണ്ടതുകൊണ്ട്. ഗുരുനാഥനെ കണ്ടതുകൊണ്ട്. അത് വല്ലാത്ത മറുപടിയാണ്. കാരണം വേറെ പലതും പറയാം, എൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ മറ്റെല്ലാം അനിത്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു വ്യാഖ്യാനത്തിലേക്കും പോവാതെ നേരെ അങ്ങോട്ട് മറുപടി അദ്ദേഹം പറഞ്ഞത് ഗുരുനാഥനെ കണ്ടതുകൊണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പ്രമാണഭൂതനായിട്ട് ഗുരുവെ കണ്ടു, പിന്നെ കണ്ടോളണമെന്നില്ല. മറ്റ് ജന്മങ്ങളിൽ മറ്റെല്ലാം ആവാം. സ്വത്ത് സമ്പാദിക്കണോ? ഇഷ്ടം പോലെ ജന്മങ്ങളുണ്ട്, ഇഷ്ടം പോലെ. തേനീച്ചയായിട്ടോ ഉറുമ്പായിട്ടോ ഒക്കെ ജനിച്ചാൽ ഒരുപാട് സ്വത്ത് സമ്പാദിക്കാം, ഏറ്റവും അധികം. അത്ര സമ്പാദിക്കുന്നതിൻ്റെ 10 നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്ര സമ്പാദിക്കാം. ധാരാളം സന്താനങ്ങൾ ഉണ്ടാവണോ? പലതായിട്ട് ജനിച്ചാൽ മതി. അതുപോലെ ഓരോന്നും. പക്ഷേ അതൊക്കെ എപ്പോഴും ആവാം, ജന്മനി എല്ലാ ജന്മത്തിലും അത് സാധ്യമാണ്. പക്ഷേ ഈ ഗുരുനാഥനെ കണ്ടു, ഇനിയിപ്പോൾ അത് കാണുമോയെന്നറിയോ? അതാണ് പറഞ്ഞത്, പരമപ്രമാണം ശാസ്ത്രമാണെങ്കിലും ശാസ്ത്രത്തിന് പോലും പ്രമാണഭൂതരാണ് സ്വാനുഭൂതി സമ്പന്നന്മാരായ ബ്രഹ്മനിഷ്ഠന്മാരായ മഹാപുരുഷന്മാർ. ശ്രദ്ധിക്കുക. ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. സൂര്യനെ പോലെ ഈ ജ്ഞാനം പ്രകാശിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ. അപ്പം ജ്ഞാനേന യേഷാം ആത്മനഃ അജ്ഞാനം നാശിതം. ജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനമാണോ നശിച്ചിട്ടുള്ളത് അവർക്ക് ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ഇവിടെ വേറൊരു വ്യാഖ്യാനം കൂടി സാധിക്കും. അത് കുറച്ചും കൂടി ഉയർന്ന വ്യാഖ്യാനമാണ്. തത്പരം എന്നുള്ളതിന് നമ്മൾ അനന്തരം എന്നുള്ള അർത്ഥമാണ് എടുത്തത്. അതിന് പകരം തേഷാം ആദിത്യവത് ജ്ഞാനം തത് പരം പ്രകാശയതി എന്നും പറയാം. നമ്മൾ തത്പരം അതിന് ശേഷം എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത്. അങ്ങനെ പറയാതെ അവർക്ക് ആ പരമമായതിനെ, ആ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. ആര്? ജ്ഞാനം. അവരിൽ അജ്ഞാനം നീങ്ങുന്ന സമയത്ത് പ്രകാശിക്കുന്നതായ ജ്ഞാനം തത് പരം പ്രകാശയതി, ആ പരമമായതിനെ പ്രകാശിപ്പിക്കുന്നു. തത് ശബ്ദത്തിന് വേദാന്തശാസ്ത്രത്തിൽ പരമാത്മാ എന്നാണ് അർത്ഥം, പരബ്രഹ്മം എന്നാണ് അർത്ഥം. തത്വമസി എന്നുള്ള മഹാവാക്യത്തിൽ തത് ശബ്ദം പരമ തത്വസൂചകമാണ്, ബ്രഹ്മസൂചകമാണ്. ത്വം ജീവസൂചകമാണ്. ശ്രദ്ധിക്കുക. അപ്പം തത് എന്താ? തത് പരം, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാം ഉപരിയുള്ള ആ പരമമായ സത്യത്തെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ കുറേയും കൂടി ഉത്കൃഷ്ടമായ അർത്ഥം കിട്ടി. ഇപ്പോൾ രണ്ടും മനസ്സിലായിക്കോളൂ. ആദ്യം പറഞ്ഞത് തത് പരം അനന്തരം, രണ്ടാമത് പറഞ്ഞത് തത് പരം പ്രകാശയതി, ആ പരമമായ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നു. വ്യക്തമാണല്ലോ ഇല്ലേ? നോക്കൂ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം.
അങ്ങനെ ജ്ഞാനം പ്രകാശിച്ചവരോ അവർ നേരത്തെ പറഞ്ഞു സുഖം ആസ്തേ എന്ന് പറഞ്ഞു, സ്വാനന്ദ പരിപൂർണതയിൽ കഴിയുകയാണ്. അവർ സ്വാനന്ദ പരിപൂർണതയിൽ കഴിയുന്നു. എങ്ങനെ കഴിയുന്നു? തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ജ്ഞാനനിർധൂതകൽമഷാഃ അപുനരാവൃത്തിം ഗച്ഛന്തി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആദിത്യവത് ജ്ഞാനം തത് പ്രകാശയതി, തത് പരം പ്രകാശയതി, ആ പരമമായതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പ്രകാശിപ്പിക്കപ്പെട്ടാലോ ഇത്രയും കാലം അത് ഉപാസ്യമായിരുന്നു, ഞാൻ ഉപാസകനായിരുന്നു. അത് ജിജ്ഞാസ്യമായിരുന്നു, ഞാൻ ജിജ്ഞാസുവായിരുന്നു. അത് അന്വേഷ്യമായിരുന്നു, ഞാൻ അന്വേഷകനായിരുന്നു. ആ ഭാവം പോയി. ചിന്തിക്കുക. തദ്ബുദ്ധയഃ അതുതന്നെ ബുദ്ധിയിൽ ഉറച്ചവർ, അതുതന്നെ. തദാത്മാനഃ അതുതന്നെ സ്വരൂപമാർന്നവർ. തന്നിഷ്ഠാഃ അതിൽ തന്നെ നിഷ്ഠ ഉറച്ചവർ. തത്പരായണാഃ അതുതന്നെ പരമയനം എന്നുള്ള ഭാവമുള്ളവർ. തന്മയന്മാർ, തന്മയന്മാർ. ചിന്തിക്കൂ. തദ്ഭിന്നമായിട്ടൊന്നില്ല, തദ്ഭിന്നമായിട്ടൊരു വ്യക്തിത്വമില്ല. തൻ്റെ പൂർണ്ണബോധത്തിൽ, തൻ്റെ പൂർണ്ണബോധത്തിൽ താൻ താനായി. ഇവിടെ അന്വേഷക ഭാവം പോയി, ജിജ്ഞാസ്യ ജിജ്ഞാസു ഭാവം പോയി. തദ്ബുദ്ധയഃ ആ ഏകമായ സത്യം തന്നെ സ്വരൂപഭൂതമായി ഉറച്ചു. സാനുഭൂതി സമ്പന്നന് സംശയമില്ല. ആണോ അല്ലയോ ഈ വക സംശയങ്ങൾ വിപര്യങ്ങളൊക്കെ അജ്ഞാനത്തിൻ്റെ തലത്തിലാണ്. അവിടെ പലതരം വിക്ഷേപങ്ങളുണ്ടാവും. ആ വിക്ഷേപങ്ങൾ തോന്നണതൊക്കെ സത്യമാണെന്ന് തോന്നും. പക്ഷേ ഇപ്പം വിക്ഷേപങ്ങളെല്ലാം അടങ്ങി സത്യമേകം അദ്വിതീയമെന്ന് ബോധിച്ചു. തദ്ബുദ്ധയഃ അതിൽ തന്നെ ഉറച്ച ബുദ്ധിയോടൊത്തവർ. തദാത്മാനഃ അതുതന്നെ സ്വയം ആത്മാവായവർ. തദാത്മാനഃ വാസ്തവത്തിൽ ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഈ ഒരു ശ്ലോകത്തിൻ്റെ ഈ ഒരു പദം വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ്. ഉപനിഷത്തിൽ പരമമായ സത്യത്തെ അന്വേഷിച്ച ശിഷ്യനോട് ഗുരുനാഥൻ സത്യസന്ധമായി പറയുന്നൊരു വാക്യമുണ്ട്. ന വിദ്മോ ന വിജാനീമോ
യഥൈതദനുശിഷ്യാത്. ഇത് എങ്ങനെയാണ് ഉപദേശിച്ചു തരേണ്ടതെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ശിഷ്യൻ എന്തിനാ പോയത്? തത്വജ്ഞാനത്തിന് പോയതാ. ഗുരുനാഥൻ എന്താ പറയണത്? ഇതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ പിന്നെ അറിയുന്ന ഒരാളുടെ അടുത്തേക്ക് പോട്ടെ. ഓ പോയിക്കോളൂ, അതാ നല്ലത്, വേഗം പോയിക്കോളൂ. കാരണം നമ്മൾ വിചാരിച്ചു ഗുരുനാഥൻ്റെ അജ്ഞാനം കൊണ്ടാണ് ഇത് ഉപദേശിക്കാൻ അറിയില്ല എന്ന് പറയണതെന്ന്. യത് വാച അനഭ്യുദിതം, യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ അതിനെങ്ങനെ വാക്കുകൊണ്ട് പറയും? അതുകൊണ്ടാണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞത്. എന്നാലും കൃപാലുക്കളായ ഗുരുനാഥന്മാർ എന്തെങ്കിലും വാക്കുകളെ പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ഇയാൾക്കുള്ളൊരു ബോധം ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കപ്പെടില്ല എന്നറിഞ്ഞിട്ടും വാക്കുകളെ കൊണ്ട് പറയും. അതാണ് ശാസ്ത്രങ്ങളൊക്കെ. അതുകൊണ്ട് ശാസ്ത്രങ്ങളുടെ വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രത്തിൽ നമ്മൾ വാച്യാർത്ഥമല്ല സ്വീകരിക്കുക, ലക്ഷ്യാർത്ഥമാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. വാക്കുകൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ ചില പരിശ്രമങ്ങൾ ചെയ്യുക, അതാണിതൊക്കെ. തദ്ബുദ്ധയ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ. അത് തന്നെ ബുദ്ധിയിൽ ഉറച്ചവർ, അത് തന്നെ സ്വയം ബുദ്ധി ആയവർ, തദാത്മാനഃ അത് തന്നെ സ്വരൂപമാർന്നവർ, അതിൽ തന്നെ നിഷ്ഠയോടുകൂടി കഴിയുന്നവർ, തത്പരായണാഃ അത് തന്നെ പരമമായ അയനം സ്ഥാനം എന്നറിഞ്ഞിരിക്കുന്നവർ. അങ്ങനെയുള്ളവർ ആരാ? ജ്ഞാനനിർധൂത കൽമഷാഃ, ജ്ഞാനത്താൽ നിശേഷേണ കഴുകിക്കളയപ്പെട്ട കൽമഷത്തോട്, പാപത്തോട്, അജ്ഞാനത്തോട് കൂടിയവർ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മന എന്ന് നേരത്തെ പറഞ്ഞു. അവർ ജ്ഞാനത്താൽ നിശേഷേണ കഴുകിക്കളയപ്പെട്ട പാപത്തോട് കൂടിയവർ, അജ്ഞാനത്തോട് കൂടിയവർ. അവിദ്യയുടെ ലേശവും ശേഷിക്കാത്ത വിധം ജ്ഞാനം പ്രകാശിച്ചവർ. അവർ അപുനരാവൃത്തിം ഗച്ഛന്തി, വീണ്ടും ജനിക്കേണ്ടതില്ലാത്ത പദത്തെ പ്രാപിക്കുന്നു. അതെന്താ? അത് യത് ഗത്വാന നിവർത്തന്തേ, യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ. തദ്ധാമ പരമം മമ, അതാണ് എൻ്റെ പരമമായ ധാമം. തദ് വിഷ്ണോഹോ പരമം പദം എന്നൊക്കെ ശാസ്ത്രം പറയും. എൻ്റെ സ്വരൂപം പരിപൂർണമാണ് എന്ന ബോധം. പൂർണ്ണമദ പൂർണ്ണമിദം, ഈ ബോധം. അവിടെ ദേശകാല വസ്തു പരിമിതികളെല്ലാം കൊഴിഞ്ഞൊഴിഞ്ഞു പോയി. ഇനി ചെയ്ത് എന്തെങ്കിലും നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല. സംസ്കാരങ്ങൾ ശേഷിച്ചിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ജനിക്കേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു. ഓരോ വൃത്തി താതാത്മ്യവും ഓരോ ജന്മമാണ്. നമ്മൾ ഇന്ന് തന്നെ എത്ര പ്രാവശ്യം ജനിച്ചിട്ടുണ്ടാവും? ഇന്ന് നമുക്ക് എത്ര ജന്മദിനം കഴിഞ്ഞിട്ടുണ്ടാവും? ഒന്ന് ഓർത്തു നോക്കൂ. നമ്മളിൽ എത്ര വൃത്തികളുണ്ടായി, എന്തിനോടൊക്കെ നമ്മൾ താതാത്മ്യപ്പെട്ടു. ഓരോ താതാത്മ്യവും നമുക്ക് ഓരോ ജന്മത്തെ തന്നു. ചിന്തിച്ചു നോക്കൂ. ഈ വൃത്തി താതാത്മ്യം മുഴുവൻ നഷ്ടമായി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ കഴിയുമ്പോൾ അതുതന്നെയാണ് ആ പുനരാവൃത്തി. പുനരാവൃത്തിയില്ലാത്ത സ്വരൂപസ്ഥിതിയെ, മുക്തിയെ അയാൾ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം.